Hi friends, welcome to Michoos World. അപ്പോൾ വീഡിയോ ഒക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതേപോലെ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെൽ ഐക്കണും കൂടി വരും, അതും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചിട്ട് എങ്ങനെ നല്ല അടിപൊളി പൂവ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ പ്ലാസ്റ്റിക് കവേഴ്സൊക്കെ നമ്മൾ മണ്ണിൽ കുഴിച്ചിടുമ്പോൾ അത് മണ്ണിൽ കേടാണ്. അത് കത്തിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്വസിക്കുന്നത് നമുക്കും കേടാണ്. അപ്പോൾ ഇതേപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വീട്ടിൽ വെക്കുകയാണെങ്കിൽ അത് കാണാനും നല്ല ഭംഗിയായിരിക്കും, അതുപോലെ പ്രകൃതിക്ക് ദോഷവും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പ്ലാസ്റ്റിക് കവേഴ്സാണ്. പല ടൈപ്പ് കളറിലുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കാം. അതുപോലെ വെള്ള കളർ മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വെള്ള കളർ മാത്രം വെച്ചിട്ടും ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് പല ടൈപ്പ് കളർ വെച്ചിട്ടാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ കവറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് നമ്മൾ ചെറിയ കഷ്ണം കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നല്ല ചെറിയ ബോളാക്കി എടുക്കുക. അപ്പോൾ ചെറിയ ബോളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ കവറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി. ഒരു കവറിൽ നിന്ന് എത്രത്തോളം നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അപ്പോൾ അത്രത്തോളം നമ്മളിതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. ഞാനിവിടെ 2 കളറുള്ള പൂവാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2 പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കളർ മാത്രം മതിയെങ്കിൽ ഒരു കവർ എടുത്താൽ മതി. അപ്പോൾ ഒരു കവറിൽ നിന്ന് നമ്മൾ മാക്സിമം ഇതേപോലെ ഇതളുകളൊക്കെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഒരു നൂല് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ആ ബോളുള്ള ഭാഗം നന്നായി കെട്ടിക്കൊടുക്കണം. അപ്പോൾ പൂവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരോ ഇതളുകളും നമുക്കിങ്ങനെ വിടർത്തി കൊടുക്കാം. ഇനി ഇതേപോലെ ഒരു സ്റ്റിക്ക് എടുക്കണം. നമ്മൾ ചൂലിൻ്റെ ഈർക്കിലൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ക്രെപ്പ് പേപ്പറാണ്, നല്ല ഗ്രീൻ കളറുള്ള ക്രെപ്പ് പേപ്പർ. അപ്പോൾ ക്രെപ്പ് പേപ്പർ ഇല്ലെങ്കിൽ ഗ്രീൻ കളറുള്ള വേറെ ഏതെങ്കിലും പേപ്പർ എടുത്താലും മതി. ഇനി ഇതേപോലെ നീളത്തിൽ നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൂവിൻ്റെ താഴ്ഭാഗത്തായിട്ട് ചെറിയൊരു കത്രിക ഉപയോഗിച്ചിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. ഇനി നമ്മുടെ ഈ സ്റ്റിക്ക് അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് നന്നായി വെച്ച് കൊടുക്കണം. ഇനി ഒരു ഫെവിക്കോളോ അല്ലെങ്കിൽ പശയോ ഉപയോഗിച്ചിട്ട് ഈ ഗ്രീൻ പേപ്പർ പൂവിൻ്റെ താഴ്ഭാഗത്തായിട്ട് നന്നായി ചുറ്റി കൊടുക്കുക. അങ്ങനെ നല്ല ഭംഗിയുള്ള പൂവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ വേറെ കളറുള്ള പ്ലാസ്റ്റിക് കവറൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും.
ഇനി ഫ്ലവേഴ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഗ്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഗ്ലാസ്സിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ ഫ്ലവേഴ്സും സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇനി പ്ലാസ്റ്റിക് കവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കളയേണ്ട ആവശ്യമില്ല. ഇതേപോലെ പല കളറിലുള്ള പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി പല കളറിലുള്ള പ്ലാസ്റ്റിക് കവേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് വെള്ള കളർ മാത്രം ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. അപ്പോഴും നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.